ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ അഅല എന്ന സൂറത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു സൂറത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൂറത്തിന്റെ 14 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു. ഇന്ന് 15-ാം ആയത്ത് മുതൽ 13 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു. ഇന്ന് 14-ാം ആയത്ത് മുതൽ അവസാനം വരെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനെ കുറിച്ച്, അല്ലാഹുവിന്റെ നിഅമത്തുകളുടെ വലിപ്പവും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ആയത്തുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾക്ക് മറവി നൽകിയിട്ടില്ല. വല്ലപ്പോഴും മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു തആല പ്രത്യേകമായി അത് കരുതിക്കൂട്ടി ചെയ്ത മറവികളാണ്. ചില പാഠങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നിസ്കാരത്തിൽ റക്അത്ത് മറന്നാൽ എന്താണ് മസ്അല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അതുപോലെയുള്ള ചില ഉദാഹരണങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ് തങ്ങൾക്ക് മറവി നൽകിയത്. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞു, നബി, അങ്ങയുടെ വിശുദ്ധമായ ഈ ദീൻ അങ്ങേക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, അങ്ങ് നല്ല ഉപദേശം ജനങ്ങൾക്ക് നൽകണം, അങ്ങ് നല്ല നസീഹത്ത് കൊടുക്കണം, ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഫദക്കിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫദക്കിർ ഇൻ നഫഅതി ദിക്റ എന്ന ആയത്തൊക്കെ നമ്മൾ വിശദീകരിച്ചു. ജനങ്ങൾക്ക് തുടരെ തുടരെ ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ നസീഹത്തുകളെ, വഅളുകളെ, ക്ലാസുകളെ കേൾക്കുന്ന ആളുകൾ, അങ്ങനെ കേൾക്കാത്ത ആളുകൾ പരാജിതരാണ് എന്നും, അല്ലദീ യസ്ലൻ നാറൽ കുബറാ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, എന്നെന്നുമായി നരകത്തിൽ വസിക്കുന്ന ആ നരകവാസികളായി ദീനിനെ കേൾക്കാത്ത, പഠിക്കാത്ത, നസീഹത്തുകൾ കേൾക്കാത്ത, വഅളുകൾ കേൾക്കാത്ത, ഓർമ്മപ്പെടുത്തലുകൾക്ക് മൈൻഡ് കൊടുക്കാത്ത ആളുകളെ നരകത്തിന്റെ ആളുകളായി ഖുർആൻ എണ്ണി. അപ്പൊ ഇനി ആ നസീഹത്ത് കേട്ട ആളുകൾ എന്തായി എന്നൊരു ചോദ്യമുണ്ട്. ദീൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കണം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കണമെന്നാണ്. ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ അതിന് ഇനി അങ്ങനെ ആ വഅലിന്റെ മജ്ലിസുകളിൽ, അല്ലെങ്കിൽ ദീന് പറയുന്ന, ദീന് കേൾക്കാൻ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്. അവരെ കുറിച്ച് എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹ മൻ തസക്കാ. അത് അഫ്ലഹ, അല്ലാഹു തആല ഉപയോഗിച്ച പദം കണ്ടില്ലേ, ഫാസ്. തഫ്സീർ ജലാലൈനി അതിന് കൊടുത്ത വിശദീകരണം അതാണ്. ഖദ് അഫ്ലഹ, വിജയിച്ചു കഴിഞ്ഞു, നിശ്ചയമായി തീർച്ചയായിട്ടും വിജയിച്ചു. ഫാസ, അവൻ പാസായി, വിജയിച്ചിരിക്കുന്നു. ആരാണ്? മൻ തസക്കാ, തസ്കിയത്ത് നടത്തിയവൻ, നല്ല ഉപദേശങ്ങൾ കേട്ട് അവന്റെ ഖൽബിനെ പാകപ്പെടുത്തിയെടുത്ത നല്ല മനുഷ്യൻ, നസീഹത്തുകൾ തുടരെ തുടരെ കേട്ട് ഈമാനിനെ വർദ്ധിപ്പിച്ച മനുഷ്യൻ, ഖദ് അഫ്ലഹ, അവനാണ് വിജയിച്ചവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. ഇവിടെ നസീഹത്തുകൾ കേട്ടാൽ വിജയിക്കും എന്ന് ഖുർആൻ പറയാൻ, ഈമാൻ വർദ്ധിക്കും,
ഈമാൻ വർദ്ധിക്കുമ്പോഴാണ് മനുഷ്യന്റെ അമലുകൾ കൊണ്ട് നമുക്ക് കാര്യമുണ്ടാകുന്നത്. തഖ്വയില്ലാത്ത അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇന്ന് സുബഹിക്ക് പറഞ്ഞ നസീഹത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഖുർആനിന്റെ ആയത്ത് വെച്ച്. തഖ്വയില്ലാത്ത അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തില്ലാത്തതാണ്. അതുകൊണ്ടാണ് 100 റക്അത്ത് ഒരു ദിവസത്തിൽ നിസ്കരിച്ച ആ മഹാൻ കരഞ്ഞുകൊണ്ടിരുന്നു. എന്തേ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ 100 നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ഖൽബിൽ തഖ്വ ഉണ്ടോ ഇല്ലേ എന്നുള്ള ആലോചിച്ചിട്ടാണ് ഞാൻ കരയണതെന്ന് പറഞ്ഞു. ഇന്ന് സുബൈക്ക് നമ്മൾ പറഞ്ഞ അറിവ് അതായിരുന്നു. ആ അറിവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. തഖ്വ വേണം, തഖ്വ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക പാഠങ്ങളെ തുടരെയായി കേട്ടുകൊണ്ടേയിരിക്കണം. ഇൽമ് പഠിക്കുന്നവന്, ഇൽമിനോട് ത്വര വരുന്നവൻ, ആഗ്രഹമുള്ളവൻ, അവന്റെ ഖൽബിലാണ് ഈമാൻ ഉള്ളത്. ഈമാൻ ഉണ്ടെങ്കിലേ അത് ഇരിക്കാൻ കഴിയുള്ളൂ. തഖ്വ ഉണ്ടെങ്കിലേ അതിലിരിക്കാൻ കഴിയുള്ളൂ. വിജയ സാധ്യതയുള്ളവനെ അതിലിരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ തസക്കാ. അങ്ങനെ നസീഹത്തുകൾ കേട്ട് ഇരിക്കുന്ന മനുഷ്യൻ അവൻ വിജയിച്ചുപോയി, അവന്റെ ഖൽബ് ഈമാനിന്റെ പ്രഭ നിറഞ്ഞതായി. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇനി അങ്ങനെ ഖൽബ് പ്രകാശിച്ച ഒരു മനുഷ്യൻ അവൻ എന്താ ചെയ്യേണ്ടത്? വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. അവൻ അല്ലാഹുവിന്റെ നാമത്തെ പറയണം. എങ്ങനെയാണ് പറയേണ്ടത്? അല്ലാഹുവിന്റെ വദക്കറ സ്മ റബ്ബിഹി, അല്ലാഹുവിന്റെ നാമത്തെ എങ്ങനെയാണ് അവൻ പറയുന്നത്? തക്ബീർ കൊണ്ട്, മുകബ്ബിറൻ, തക്ബീർ ചൊല്ലട്ടെ. അപ്പോൾ അവൻ നിസ്കരിക്കുന്ന സമയത്ത് അവൻ തക്ബീർ, ഫസല്ലാ, അവൻ നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ അവൻ തക്ബീർ ചൊല്ലുന്നു, അല്ലെ? നിയ്യത്ത് വെച്ച് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ടാണ് നിസ്കാരം തുടങ്ങുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നാമത്തെ ഒരു വിജയിയായ മനുഷ്യൻ, അവൻ നിസ്കാരം അവന്റെ ജീവിതത്തിൽ നിർബന്ധമാണല്ലോ. ആ നിസ്കാരത്തിനെ കുറിച്ചും കൂടി തഫ്സീറിൽ പറയുന്നുണ്ട്. നോക്കൂ, ഫസല്ല, 5 വഖത്ത് നിസ്കാരം അവൻ നിസ്കരിക്കട്ടെ, കൃത്യമായി നിസ്കരിക്കണം. കാരണം എന്താണ്? ഇത് ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ്. കാഫിരീങ്ങളും മക്കയിലുണ്ടായിരുന്ന കാഫിരീങ്ങൾ അക്കാലത്ത് ഈ നിസ്കാരത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഈമാൻ കൊണ്ടവരല്ല. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഡിമാൻഡ് ഒരാളെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കണം എന്നാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക. അത് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞ എന്താണ്? വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. നിസ്കരിച്ചോളണം, ദിക്ർ മാത്രം പോരാ. ഞാൻ വലിയ ശൈഖിന്റെ മുരീദാന്നും പറഞ്ഞ് തസ്ബീമാലും നടന്നൊന്നും കാര്യമില്ല. നല്ല പോലെ നിസ്കരിക്കണം. നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം. ഖളാ വീട്ടിയാലും പോരാ, ഖളാ ആകാതെ തന്നെ നിസ്കരിക്കണം. ഖളാ ആക്കിയതിന് കുറ്റുണ്ട്, ശിക്ഷയുണ്ട്. ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഖളാ വീട്ടാനുള്ള എന്റെ സൗകര്യം നിസ്കരിക്കാനല്ല പറഞ്ഞത്, നമ്മുടെ സൗകര്യത്തിന് നിസ്കരിക്കാനല്ല പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമുക്കും ഇങ്ങോട്ട് അള്ളാഹ് വഴിപ്പെടുകയല്ല വേണ്ടത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ നിസ്കരിക്കാൻ നമുക്ക് ഇങ്ങോട്ട് പടച്ചം വഴിപ്പെടുക എന്നല്ല, അള്ളാഹുവിനെ നമ്മൾ അങ്ങോട്ട് വഴിപ്പെടണം. അവിടെയാണ് പ്രതിഫലമുള്ളത്. നിസ്കാരം 5 വഖത്ത് നിസ്കാരം കൃത്യമായിട്ട് സമയത്തിന് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേന്നാ. അള്ളാഹിന്റെ മുമ്പിൽ നിസ്കാരം ഒഴിവാക്കിയിട്ട് പിന്നെ സ്വതക്ക കൊടുത്തവന് പ്രാധാന്യമില്ല, മെയിൻറ്റെയ്യൂല. സ്വതക്ക ഒരുപാട് സ്വതക്ക കൊടുത്ത ആളാണ്, നല്ലപോലെ പാവങ്ങളെ സഹായിച്ച ആളാണ്, ഒരുപാട് നോമ്പ് മാറ്റ ആളാണ്, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ 4-5 ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആള് പുറകോട്ടാണ്. നബിദിനത്തിനുണ്ടല്ലോ, ജാഥ തുടങ്ങിയത് മുതൽ അവസാനിക്കണ വരെ മിഠായി വിതരണം ചെയ്ത ആളാണ്. കോയി ഫായിദ നഹി ഹേ, ഒരു കാര്യമില്ല. ചില ആളുകൾക്ക്, ചില ആളുകൾക്ക് ചില സമയത്ത് ഒരു ആവേശമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ പോയി. മഴവെള്ളം വരുന്ന പോലെയാണ്. ചില സമയത്തൊരു ആവേശം, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ലോറസ്കരിക്കുന്നു, അസറസ്കരിക്കുന്നു, ഒരു പ്രശ്നമില്ലാതെ, യാതൊരു മടിയില്ലാതെ, വളരെ ലാഘവത്തോടെ ആയിരിക്കും പറയാം, അല്ലെ? ഏത് പണിന്റെ ഇടയിലാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഒരു 5 മിനിറ്റ് കിട്ടൂലേ? ഭക്ഷണം കഴിക്കാൻ 5 മിനിറ്റ് കിട്ടും, അല്ലെ? ഭക്ഷണം കഴിക്കാൻ 5 മിനിറ്റ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ഉണ്ടാവും, അല്ലെ? ഏത് ജോലിയാണെങ്കിലും കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ആ റെസ്റ്റ് എടുക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി.
അപ്പൊ നമ്മൾ വേർത്തിട്ടുണ്ടാവും. വേർത്താൻ നിസ്കരിക്കാൻ പറ്റൂല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? നിസ്കാരത്തിന് വേർപ്പില്ലാത്ത നല്ല 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 സുഗന്ധം ധരിച്ച് നിസ്കരിക്കുക എന്നുള്ള സുന്നത്തിന്റെ ഭാഗമാണ്. നിസ്കാരം സ്വഹിഹാകാതിരിക്കൂല. അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഓരോ ആളുകൾ നിസ്കരിക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സെന്ററിങ് നടക്കുമ്പോ കുറെ ബിൽഡിങ്ങിന്റെ മുകളിലും അതുപോലെ തന്നെ സ്കഫോൾഡിങ്ങിന്റെ മുകളിലൊക്കെ നിന്നിട്ട് ആളുകൾ നിസ്കരിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെയാണ്. അള്ളാഹുവിനെ എല്ലായിടങ്ങളിലും അള്ളാഹുവിനെ ഓർമ്മ വേണം. നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹു നാളെ ഖബറിലേക്ക് നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ ആദ്യം വിചാരണ ചെയ്യുന്നതിനെ കുറിച്ചെന്നറിയോ? ഇത് നിസ്കരിച്ചിട്ടുണ്ടോന്നാ ചോദ്യം. നിസ്കാരം 5 വക്ത് കൃത്യമായിട്ടുണ്ടോന്നാ ചോദ്യം. അതില് പോയോ, അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയോ, അതിന് മാർക്കില്ലാതായി പോയോ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടതാ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. നിസ്കാരം അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ആ നിസ്കാരം തന്നെ ഖളാ ആക്കാതെ തന്നെ നിസ്കരിക്കണം. സുബഹി ഒരാളത് ഖളാ ആയി. ഉറക്കം ഒരു ഉദറാണ്. നിസ്കാരം ഖളാ ആയി പോകുന്ന കുറ്റമില്ലാതിരിക്കാനുള്ള ഒരു ഉദറാണ് ഉറക്കം. പക്ഷെ അതിനു വേണ്ടി അലാറം നീട്ടി വെക്കാൻ പാടില്ല, അല്ലെ? ഉറക്കം ഏതായാലും ഒരു കാരണമാണ്. എന്നാ പിന്നെ അലാറം 7:30 വെച്ചാൽ മതി. അങ്ങനെ പറ്റൂല. അതിനു വേണ്ട ശ്രമം നമ്മൾ നടത്തണം. ഉറങ്ങിപ്പോയാലാണ് നിസ്കാരം ഖളാ ആക്കിയാണ് കുറ്റമില്ലാത്തത്. ഉറങ്ങിപ്പോക്കരുത്. ഉറങ്ങിപ്പോയാലാണ് നമുക്ക് നിസ്കാരം ഖളാ ആയി പോയതിൽ കുറ്റമില്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. ഞാൻ ഖളാ വീട്ടിയല്ല, അതുകൊണ്ട് ഇപ്പോ എനിക്ക് ശിക്ഷ ഇല്ലാന്ന് ആരും വിചാരിക്കരുത്. ഖളാ ആയി പോയതിന്റെ കുറ്റമുണ്ട്. മനസ്സിലായോ? ലൊഹറിന്റെ സമയത്ത് നിന്ന് അസറിന്റെ സമയത്തിലേക്ക് ഖളാ ആയിപ്പോയി. ഖളാ ആയിപ്പോയാൽ ഉറക്കം പോലെയുള്ള അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ കാരണങ്ങളെ ഫിഖ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങളല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ നിസ്കാരത്തെ ഖളാ ആക്കി കളഞ്ഞാൽ ഖളാ വീട്ടിയാൽ ആ ബാധ്യത വീടി, പക്ഷേ ഖളാ ആക്കിയതിനുള്ള കുറ്റുണ്ട്. ആ കുറ്റുണ്ടാകും, അതിനുള്ള ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവനാണ് ഖദ് അഫ്ലഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാൻ ആഖിറത്തിൽ നാളെ അല്ലാഹു തആല ആദ്യമായിട്ട് ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കാണുക, അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. നിസ്കാരം തങ്ങൾ എങ്ങനെ കാണിച്ചെന്ന് അതുപോലെ നിസ്കരിക്കാനാണ് പറഞ്ഞത്. നിസ്കാരത്തിൽ യാത്രകളിലായാലും രോഗിയാകുമ്പോഴും അതുപോലെ മറ്റു പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തൊക്കെ നിസ്കാരത്തിൽ ഇളവുണ്ട്. നിസ്കാരം ഒഴിവാക്കാനല്ല ഇളവ്. ജംഉ ഖസറിലൂടെ നിസ്കാരത്തിന്റെ സമയങ്ങൾ ക്രമീകരിച്ച് റക്അത്തിനെ ചുരുക്കിയിട്ടുള്ള ആനുകൂല്യമുള്ളൂ. നിസ്കാരം ഒഴിവാക്കാനുള്ള ആനുകൂല്യമല്ല. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോകുന്നവരെ കണ്ണിന്റെ ഇമ വെട്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അത് മാത്രമേ ശരീരത്തിൽ അനക്കാൻ പറ്റുന്നുള്ളൂ. എന്നാ ആ ഇമ വെട്ടിക്കൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയില്ലെങ്കിലോ ഒരാൾക്ക് ഓർമ്മയുള്ള കാലത്തോളം മനസ്സിൽ ഇങ്ങനെ നിസ്കാരത്തെ കൊണ്ടുവന്നിട്ട് സമയമായാൽ നിസ്കരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. പിന്നെ എങ്ങനെ ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പുള്ളത്? അല്ലേ? കാല് ചെറുതായിട്ട് വെച്ചുത്തിയ പിന്നെ ഓനെ ഈ ഒരാഴ്ചക്ക് 2 മാസത്തിൽ ജുമക്ക് കാണാനില്ല. കാലൊന്ന് എവിടെയെങ്കിലും തെറ്റിയാൽ മതി, പിന്നെ ജുമാക്ക് തന്നെ അവനെ കാണാനില്ല. ഇതാണ് നമ്മളവസ്ഥ. നമ്മൾ ഗൗരവമായി ചിന്തിക്കണം, അല്ലേ? കാലിന് ചെറിയൊരു മുള്ളുകുത്തി ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തേക്ക് മുപ്പര ജുമാക്ക് നോക്കണ്ട. എവിടുന്നാണ് ഈ ജുമാ അങ്ങനെ ഒഴിവാക്കാനുള്ള മസല നമുക്ക് കിട്ടിയത് ഞാൻ ആലോചിക്കുന്നു. ഏത് മുറിവ് പറ്റിയാലും എത്ര പ്രയാസത്തിലായാലും നിസ്കരിക്കാനുള്ള വകുപ്പുകളെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പില്ല. നിസ്കാരം ഞാൻ പറഞ്ഞില്ലേ, നമുക്കും ഓർമ്മയുള്ള കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. ഓർമ്മയുള്ള കാലത്തോളം. നോമ്പിന് ഇളവുകളുണ്ട്, അല്ലേ? നോമ്പ് നോൽക്കാൻ പറ്റാത്ത ഒരാൾ രോഗിയാണ്, അയാൾ ഈ രോഗത്തിൽ മരണം സംഭവിക്കുന്നത്, അവസാനം ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാ. അങ്ങനെ ഒരാള് രോഗിയായി കിടന്ന് അയാൾ നോമ്പ് നോൽക്കേണ്ട, അയാൾക്ക് മുദ്ദ് കൊടുത്താൽ മതി, അവിടെ ഇളവുണ്ട്. പക്ഷെ നിസ്കാരത്തിന് അങ്ങനെ ഒരു മുദ്ദില്ല. നിസ്കാരം നമ്മൾ നിസ്കരിച്ച് വീട്ടിന് വേണം. ഹോസ്പിറ്റലിലാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ എത്ര പേര് ഹോസ്പിറ്റലിൽ കിടന്നവരുണ്ടാകാം? നമ്മളെ ഉപ്പമാര്, ഉമ്മമാര്, നമ്മളെ വീട്ടിലെ ആളുകൾ, പ്രായമെത്തിയവര് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു, മനസ്സിലാക്കി വെച്ചു, അതിപ്പോ രോഗിയല്ലേ, പടച്ചോന് ഒഫാറല്ലേ, പുറത്തെടുക്കണല്ലേ, അവർക്കൊന്നും ഇപ്പൊ നിസ്കരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലേ? എവിടെന്നാ? ആരാ പറഞ്ഞത്? നമ്മൾ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കുകയാണ് വേണ്ടത്. നിസ്കരിക്കണം. പ്രായമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മരണപ്പെട്ടു പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇബാദത്തുകളെ മുടക്കല്ലേ വേണ്ടത്? അവനെ കഴിയണ പോലെ ഇബാദത്ത് എടുക്കുക വേണ്ടത്, അല്ലേ?
അവൻ ഇബാദത്തെടുക്കലാണ്. ഞാൻ നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും എന്ന് പ്രായമെത്തിയ ഒരു ഉപ്പയോ ഉമ്മയോ നമ്മുടെ വീട്ടിൽ പ്രായമേവർ കിടക്കുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവർക്ക് നിസ്കാരം നിർബന്ധം, നിസ്കരിക്കണം. പക്ഷെ നമ്മള് ആ ചിന്തയിൽ നിന്നൊക്കെ മാറി മാറി ലിബറലായിട്ട് ചിന്തിച്ചു വരികയാണ്. ജുമയ്ക്ക് തന്നെ കൊറോണയ്ക്ക് ശേഷം എത്ര ആളുകൾക്ക് ജുമാന്റെ പ്രാധാന്യം തന്നെയല്ല ഉണ്ടായിപ്പോയി. ജുമാ കുറെ ആളുകള് ജുമയല്ല, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണ് ജുമാ മുടക്കാൻ. അതുകൊണ്ട് അതൊക്കെ മുടക്കിയേറ്റ് ബാക്കിയുള്ളതിലൊന്നും അള്ളാഹു ബറക്കത്ത് നൽകൂല. മാത്രല്ല നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു ആദ്യം ചോദിക്കുന്ന നിസ്കാരാണ്. ഒരാൾക്ക് നിസ്കാരമൊന്നുമില്ല, ഓനെ ഫുൾ ടൈം ദിക്റിലാണ്, ആര് വിളിച്ചാൽ മുണ്ടൊന്നുമില്ല, അവന് പരിസര ബോധമൊന്നുമില്ല, നിസ്കാരം ദിക്റിൽ തന്നെ ദിക്ർ. ഏതൊക്കെ മക്ബറയിലും ഒക്കെ പോയി ഞാൻ മറ്റേ ഔലിയാണ് ഈ ഔലിയ എന്നൊക്കെ പറയുന്നുണ്ട്. നിസ്കരിക്കണമെന്നും കാണില്ലെങ്കിൽ ഓ ആനത്തെ മടിയാണ്. ഞാൻ മനസ്സിലാക്കിയാൽ മതി. പച്ച പുതപ്പുണ്ടായിക്കോട്ടെ, വലിയ മാലുണ്ടായിക്കോട്ടെ, എന്ത് തേങ്ങാക്കോല എന്റെ കയ്യിലുണ്ടായാലും ഓൻ ആള് തമ്മാടിയെന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാന്റെ മുമ്പിൽ ഓന് യാതൊരു സ്ഥാനമല്ല. ചിലപ്പോ കുറെ ആളുകൾ താങ്ങാനും പിടിക്കാനും കൊണ്ടുപോകാനും മയ്യമുത്താനും കാലുമുത്താനും തള്ളിയിടാനൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിച്ചവനാകണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് വേണം? നിസ്കരിച്ചോളണം. അത് ഏത് വലിയ ഹോജയാണ്. അള്ളാഹിന്റെ റസൂലിനടക്കായിൽ ഇളവെട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ അതിൽ ഇളവ് കിട്ടിയിട്ടില്ല. ഏത് വലിയ ഔലിയാണെങ്കിലും നിസ്കാരത്തിൽ ഇളവില്ല. സമയമായാൽ നിസ്കരിച്ചോളണം. ഞാൻ മക്കത്ത് നിസ്കരിച്ചിട്ടാ വരുന്നൊന്നും കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ പൊട്ടീസാക്കാൻ പാടില്ല. അങ്ങനെ കുറെ ഔലിയാക്കന്മാരുണ്ട്. നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ ഇപ്പൊ മക്കത്ത് നിസ്കരിച്ചിട്ടാ വരുന്നത്, പച്ചക്കള്ളം ജനങ്ങളെ പൊട്ടിസാക്കുകയാണ്. അങ്ങനൊന്നുമില്ല. സമയമായ ഇവിടെ സമയമായ ഇവിടെ നിസ്കരിച്ചോളണം. മക്കത്തിന് എവിടെ അവിടെ പോയി നിസ്കരിച്ചാലൊന്നും വേണ്ടിയില്ല. ഇവിടെ ജനങ്ങളെ പൊട്ടിസാക്കാൻ പറ്റില്ല കറാമത്താന്നും പറഞ്ഞിട്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇനി നോക്കൂ നിങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗം. അള്ളാഹു പറയാണ് അങ്ങനെ നിസ്കരിക്കുന്നവരാകണം. പക്ഷേ അള്ളാഹു ജനങ്ങളുടെ ഒരു സ്വഭാവം എടുത്തു പറയാണ്. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى بل تؤثرون എന്നല്ലേ بل تؤثرون الحياة الدنيا അല്ലേ? അതിൽ കിതാബിൽ യുസിറൂന എഴുതി വെച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബൽ തുഅസിറൂന അൽ ഹയാത്ത ദുനിയ. ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനൊക്കെ നിസ്കരിക്കുകയാണെങ്കിലും ആളുകൾക്കൊരു മെയിൻറ്റ് ഉണ്ട്. എന്താണ്? ദുനിയാവിനെ വലുതാക്കിയിട്ട് കാണും, ദുനിയാവിന്റെ കാര്യങ്ങളെ വലുതാക്കിയിട്ട് കാണും. അപ്പൊ അല്ലാഹ് പറയാണ് അങ്ങനെയൊന്നുമല്ല. ദുനിയാവിനേക്കാൾ വലുത് ആരാണ്? ആഖിറം തന്നെയാണ്. നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കാൻ അല്ലാഹ് പറയാണ് ആഖിറമാണ് ദുനിയാവിനേക്കാൾ വലുതും ഖൈറും വഅബ്ഖാ എന്നേക്കും അവശേഷിക്കുന്നതും ആഖിറമാണ്. അപ്പൊ ദുനിയാവ് വേണം, ദുനിയാവ് വേണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷെ ദുനിയാവിനെ നമ്മൾ കാണുന്നതൊക്കെ ആഖിറത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് മാത്രം. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ദുനിയാവ് നമ്മൾക്ക് വേണം. ദുനിയാവിൽ വീട് വേണം, ജോലി വേണം, വാഹനം വേണം, ദുനിയാവിന്റെ സമ്പത്ത് വേണം, എല്ലാം വേണം. അത് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമാണ്. പക്ഷെ അതെല്ലാം ആഖിറത്തിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കണം. അപ്പോഴാണ് ഈമാനികമായ ജീവിതമായി മാറുന്നത്. ദുനിയാവ് ആഖിറത്തിനേക്കാൾ വലുതായി കാണരുത്. ദുനിയാവിലെ ജോലിക്ക് വേണ്ടി നിസ്കാരം കളാക്കി കളയരുത്. ദുനിയാവിന് വേണ്ടി ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തെ മിസ്സാക്കി കളയരുത്. ദുനിയാവിൽ ആഖിറം മിസ്സാക്കിക്കൊണ്ട് ദുനിയാവിൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാണ് ദുനിയാവിനേക്കാൾ ഏറ്റവും ഖൈറായതും ബാക്കിയാകുന്നതും ആഖിറമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന സൂറത്താണ് അല്ലേ? ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഈ പറഞ്ഞ കാര്യങ്ങൾ ആഖിറത്തിലേക്ക് വേണ്ടിയാണ് ദുനിയാവിലെ എല്ലാ പ്രവർത്തനങ്ങളും. ഒന്നും നമ്മൾ ഈമാനികമായി നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആഖിറത്തിന് വേണ്ടിയാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഈ ആശയം കേവലം ഖുർആനിൽ മാത്രമല്ല പറയുന്നത്.
ഇത് മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല മുമ്പും കുറെ കിതാബുകളും ഏടുകളും ഇറക്കിയിട്ടുണ്ടല്ലോ. 100+4 104 ഏടുകൾ, 4 കിതാബുകളും 100 ഏടുകളും അല്ലാഹു തആല അമ്പിയാക്കൾക്ക് 1,24,000 പരം വരുന്ന അമ്പിയാക്കൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്തത് 100+4 4 ഗ്രന്ഥങ്ങൾ 100 ഏടുകളുമാണ് മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്തത്. ഈ 104 ഗ്രന്ഥങ്ങളെ വിശദീകരണത്തിന് വന്നത് എത്ര അമ്പിയാക്കളാ? 1,24,000. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10 ഏട്, അതിനാണ് സുഹഫ് എന്ന് പറയുന്നത്. 10 ഏട് നമ്മൾ മദർസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 50 ഏട്, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 30 ഏട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10, അങ്ങനെ 100, ടോട്ടൽ 100 ഏടുകളും 4 വേദഗ്രന്ഥങ്ങളാണ് അല്ലാഹു ഇറക്കിയത്. 4 വേദഗ്രന്ഥങ്ങൾ, 1 തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, 2 ഇൻജീൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, 3 സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, 4 ഫുർഖാനുൽ അദീം വിശുദ്ധ ഖുർആൻ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 വേദഗ്രന്ഥങ്ങളും 100 ഏടുകളാണ് അല്ലാഹു ഇറക്കിയത്. അതുകൊണ്ട് അല്ലാഹു ആ ഏടുകളിൽ മുൻകാലത്തെ പ്രവാചകന്മാർക്ക് അല്ലാഹു ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞു. ഇന്നഹാദാ, ഈ കഴിഞ്ഞ മേലെ പറഞ്ഞ ഈ ആയത്തുകളിൽ പറഞ്ഞ ഈ ആശയങ്ങളെ ഇന്നഹാദാ ലഫി സുഹുഫിൽ ഊലാ, കഴിഞ്ഞ ഏടുകളിലൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സുഹുഫി ഇബ്രാഹീമ വ മൂസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏടിലും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10 ഏടാണ്. ആ 10 ഏടിലും അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടുത്തെ തൗറാത്തിലും എല്ലാം ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. ഏത്? ദുനിയാവിനെ ആഖിറത്തിനേക്കാൾ വലുതാക്കി വെക്കരുത്, ആഖിറമാണ് ദുനിയാവിനേക്കാൾ വലുത് എന്നുള്ള ഈ ആശയം അല്ലാഹു തആല മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവർക്കും നിസ്കാരമുണ്ട്, പക്ഷെ പോലെ നമുക്കുള്ളതുപോലെ കൃത്യമായിട്ടുള്ള ഈ സമയമായിരുന്നില്ല എന്ന് മാത്രം. നിസ്കാരം ഉണ്ടായിട്ട് നിസ്കാരത്തിന്റെ രൂപങ്ങളും സമയങ്ങളും വേറെ എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നിസ്കാരം എല്ലാവർക്കും ഉണ്ട്, നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് അല്ലാഹു പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇത്രയും വേദഗ്രന്ഥം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. ഈ വേദഗ്രന്ഥങ്ങളെ 104 1,24,000 അമ്പിയാക്കളാ വന്നത് അല്ലേ? അവരെല്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത്ര കുറച്ച് ഏടേ ഉള്ളൂ. ഏട് മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ മുർസലീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കുക എന്നുള്ളൊരു സന്ദേശം കൂടെ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരെ കണ്ടിട്ടാണ് ആളുകൾ നന്നാകുക അല്ലെ? എല്ലാവരും ഖുർആൻ പഠിച്ചിട്ടാവൂല നന്നാവാം. ഖുർആൻ പഠിച്ച ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ടാണ് മനുഷ്യന്മാർ ഒരുപാട് നന്നായിട്ടുണ്ടാവുക. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യരെല്ലാം ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിം ആയതാ? അല്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, തങ്ങളുടെ പ്രവൃത്തി, തങ്ങളുടെ പെരുമാറ്റം, തങ്ങളുടെ ഭരണനയം, ഇങ്ങനെ ഓരോന്നും തങ്ങളുടെ ജീവിതം എന്താ? സൂറത്ത് ബി ഖുർആനിഹി ഓ സീറത്ത് ബി ഖുർആനിഹി, തങ്ങളുടെ ജീവിതവും ഖുർആനും ഒരേപോലെ എന്ന് മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പൊ തങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് ഈ സ്വഹാബതൊക്കെ മുസ്ലിമായി വന്നത്. ആരെങ്കിലും ഖുർആൻ ഓതിയിട്ട് ഖുർആൻ പഠിച്ചിട്ട് വന്നവരാണ്? അല്ല. നമ്മളിപ്പോ മുസ്ലിം ആയതുകൊണ്ട് ഖുർആൻ അങ്ങനെ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഖുർആനിനെ പഠിച്ച മനുഷ്യരുടെ ജീവിതം കണ്ടിട്ടാണ് ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നേരത്തെയും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര കുറഞ്ഞ സുഹൂഫും ഗ്രന്ഥങ്ങളും 104 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ അവര് വന്നത് ഈ കുറഞ്ഞ എണ്ണം ഏടുകളുടെ വിശദീകരണത്തിലായിട്ടാണ്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും, ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിനാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുക. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ല നബിയെ, അബൂദർ തങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് വരിക. പള്ളിയിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂദർ തങ്ങളെ തഹിയ്യത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. തഹിയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, തഹിയ്യത്തോ, അതെന്താ സാധനം എന്ന് ചോദിച്ചു. അമാ തഹിയ്യത്തു യാ റസൂലല്ലാഹ്, എന്താ തഹിയ്യത്ത് എന്ന് പറഞ്ഞാല്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റകഅതാനി തർകഉഹുമാ, 2 റകഅത്ത് പള്ളി കയറിയിട്ട് നിസ്കരിക്കണം, അതാണ് തഹിയ്യത്ത് നിസ്കാരം. അപ്പൊ ചോദിച്ചു, ഓ നബിയെ,
ഈ തഹിയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞത് അതിപ്പോ ഇബ്രാഹിം നബിന്റെയും മൂസാ നബിന്റെയും ഒക്കെ ഏടില് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി, യാ അബാദർ, അല്ലയോ അബാദറേ, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബി ഫസല്ല ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. ഇത് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വന്ന അമ്പിയാക്കന്മാർക്ക് എല്ലാവർക്കുമുള്ള ആശയം ആണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സുഹഫി ഇബ്രാഹീമ വമൂസ, മൂന്നാൾക്കാരെ പേരല്ല, രണ്ടാളെ പേരുള്ള അല്ലേ സുഹഫി അല്ലേ. മുമ്പൊരു മൗലിയരെ പുറത്താക്കി അറിയില്ലേ, ജുമാക്കെ ഖത്തീബ് ആദ്യമായിട്ട് വന്ന ഖത്തീബിനെ പുറത്താക്കി. എന്താ കാരണം? മൂപ്പര് ജുമാക്ക് വന്നു, ആദ്യത്തെ റക്അത്തിൽ ഓതി സബ്ബിഹിസ്മ ഓതി, അവസാനം സുഹഫി ഇബ്രാഹീമ വമൂസ. കമ്മിറ്റിയിൽ പ്രസിഡന്റ് കരീമായിരുന്നു. മൂപ്പര് പ്രശ്നം ഉണ്ടാക്കി, എന്റെ പേര് പറഞ്ഞില്ല. കമ്മിറ്റിയിൽ ബാക്കി മൂന്നാളെ പേരും പറഞ്ഞു, സൂഫിന്റെ പേരും പറഞ്ഞു, ഇബ്രാഹിമിന്റെ പേരും പറഞ്ഞു, മൂസാന്റെ പേരും പറഞ്ഞു. ഞാൻ പ്രസിഡന്റ് ആയി, മൂപ്പര് എന്റെ പേര് പറഞ്ഞില്ല. ഇന്നത്തോടെ പെട്ടിസാൻ അടുത്ത് പോയിക്കോളി എന്നാണ്. അപ്പൊ എന്നതുപോലെ ഇത് സുഹഫി എന്ന് പറഞ്ഞ പേരല്ല, സൂഫിയാക്കല്ലത്. സുഹഫ് എന്ന് പറഞ്ഞാൽ ഏട്. ഇബ്രാഹിമ മൂസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മൂന്ന് ആളുകൾ, രണ്ടാപേരുടെ പേരാണ് അതിൽ പറഞ്ഞത്. മൂസാ നബിനെയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിനെയാണ് പറഞ്ഞത്. അത് നിലവിലുള്ള ആൾക്കാരെ പേരുമല്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആഖിറത്തിനെ ഓർക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാനാകും? എന്നിട്ട് തങ്ങൾ പറയണം, അബൂദർ തങ്ങളോട് പറയുന്ന ഹദീസ് ഇമാം സാവി, അവിടുത്തെ തഫ്സീർ സാവിയിൽ വിശദമായ ഹദീസ് പറയുന്നുണ്ട്. ചെറിയൊരു ഭാഗം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. തങ്ങൾ പറയുന്നുണ്ട്, അല്ല അബൂദർ തങ്ങളെ, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരാളെ മരണം ഉറപ്പാണല്ലോ, ഒരാളെ മരണം നമ്മളൊക്കെ മരിക്കുന്ന ഉറപ്പാണ് അല്ലേ? എപ്പോഴാ മരിക്കാന്ന് പോലും അറിയില്ല, ഇനി കുറെ സമയമുണ്ടോന്നും അറിയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ കൈഫ യഫ്റഹു, അങ്ങനത്തെ ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കാൻ തങ്ങൾ ചോദിക്കുകയാണ്. മരണം ഉറപ്പുള്ളൊരു മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കുക? രണ്ടാമത് തങ്ങൾ ചോദിക്കുകയാണ്, നരകം എന്നുള്ളത് സംഭവം ഉണ്ട്, അതും ഈമാൻ ഉറച്ചൊരു മനുഷ്യൻ കൈഫ യദ്ഹകു, എങ്ങനെയാ മനുഷ്യൻ ചിരിക്കുക? നരകത്തെ കുറിച്ച് മനസ്സിലാക്കിയ മനുഷ്യൻ, ഒരു തെറ്റ് ചെയ്താൽ നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ നരകമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പഠിച്ച് ഉറപ്പിച്ചൊരു മനുഷ്യൻ എങ്ങനെ പിന്നെ നിസ്കാരം ഒഴിവാക്കിയിട്ട് അവന് ചിരിക്കാൻ പറ്റണേ എന്ന് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൃത്യമായി ഓരോന്നോരോന്ന് അബൂദർ തങ്ങളോട് ഇങ്ങനെ ചോദിക്കാനും, എന്നിട്ട് അവസാനം പറയാണ്, ഓരോരുത്തർക്കും അറിയാം നാളെ ആഖിറത്തിൽ ഹിസാബ് ഉണ്ട് എന്നറിയാം. എന്നിട്ടും എങ്ങനെയാണ് മനുഷ്യന്മാര് നല്ലത് പ്രവർത്തിക്കാതെ നടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് ഈ സൂറത്ത് നമ്മോടൊക്കെ ചോദിക്കാണ്. അവസാനത്തെ എല്ലാ വെള്ളിയാഴ്ചയിലും, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച സുബഹിയിലും ഒക്കെ ഓതൽ സുന്നത്തായ പെരുന്നാളിന്റെ ദിവസത്തിലും ഒക്കെ നിസ്കാരങ്ങളിൽ ആദ്യത്തെ റക്അത്തിൽ ഓതൽ സുന്നത്താക്കിയ ഈ സൂറത്തിന്റെ അവസാനം നമ്മോട് പറയാണ്, നിങ്ങളെ ആഖിറം ദുനിയാവിനേക്കാൾ വലുതാണ്. ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കരുത്. ദുനിയാവിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതെന്റെ ആഖിറത്തെ ബാധിക്കുമോ എന്ന് നല്ലപോലെ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. എല്ലാ കാര്യങ്ങളിലും, വല്യപ്പന്മാര് മക്കളുടെ വിവാഹങ്ങളിൽ, വാപ്പന്മാര് വിവാഹങ്ങളിൽ, അതുപോലെ നമ്മുടെ വീടുകളിലെ ഫംഗ്ഷനുകളിൽ, അതുപോലെ പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ എല്ലാം നമ്മൾ കൃത്യമായ നിലപാട് നമുക്ക് വേണം. അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത ഒരു ഹറാമായ സാധനം എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണോ, എന്നിട്ട് നിനക്കത് വേണ്ട അങ്ങ് വെക്കണം, ആ ഒരു ഈമാൻ വേണം. അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ദുനിയാവിലും ആഖിറത്തിലും പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ കബൂലാക്കട്ടെ.